പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ബി സ്കൂൾ ഇൻ്റർനാഷണൽ ദുബായിയുടെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അത് വളരെ സക്സസ്ഫുള്ളായി അതിൻ്റെ തേർഡ് ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചു. അതിൻ്റെ ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു, അതിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എൻ്റെ ബിസിനസ്സിലും നമ്മൾ ചെയ്ത പല കാര്യങ്ങളും എനിക്ക് ബി സ്കൂൾ ഇൻ്റർനാഷണൽ കൊണ്ട് എനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്, നമ്മൾ ചെയ്ത പല കാര്യങ്ങളും, നമ്മളേതായ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത പല കാര്യങ്ങളും ബി സ്കൂൾ ഇൻ്റർനാഷണൽ ദുബായിൽ ചെന്നപ്പോൾ ഇതൊക്കെ റൈറ്റ് ആയിരുന്നു, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ചിലപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ ആ തോട്ട്, ദൈവം നമുക്ക് തന്ന ആ തോട്ട്, ഇറ്റ് വാസ് കറക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പീക്ക് ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതും, അതോടൊപ്പം ആ ഒരു സ്ഥാപനത്തെ, ആ ഒരു സംരംഭത്തെ അതേ ലെവലിൽ സക്സസ്ഫുൾ ആയിട്ട് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പല കമ്പനികളും പോലെ തന്നെ നൂറ്റാണ്ടുകളുടെ കമ്പനികളാക്കി മാറ്റാനുള്ള നല്ലൊരു ട്രെയിനിങ് തന്നെയായിരുന്നു എനിക്ക് ബി സ്കൂളിൽ നിന്ന് കിട്ടിയിരുന്നത്. നമ്മളോട് കൂടി അവസാനിക്കാതെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് വളരെ സേഫായിട്ട് അവർക്കൊരു ബാധ്യത വരാത്ത രീതിയിൽ എങ്ങനെയാണോ ഈ ബിസിനസ്സിനെ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു പാഠം, അതിൻ്റെ നല്ലൊരു പാഠശാല തന്നെയായിരുന്നു ബി സ്കൂൾ ഇന്റർനാഷണൽ ദുബായ് എന്നുള്ളത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ടീമിന് ആവശ്യമാണ്. ആ ടീമിന്റെ ഒരു ലീഡർഷിപ്പ് ആവശ്യമാണ്. അതിന്റെ സ്ട്രാറ്റജിക് പ്ലാനിങ്, അതിന്റെ ചേഞ്ച് പ്രോസസ് എങ്ങനെ ചെയ്യണം, ഈ കാര്യങ്ങൾ പഠിക്കാൻ, അതേപോലെ തന്നെ ഫിനാൻസിന്റെ ലോങ് ടേം പ്ലാന്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. അത് നിങ്ങളൊരു എന്താ പറയാ 5-10 വർഷമായിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സാധനമാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കിട്ടില്ല, പെട്ടെന്ന് സെയിൽസ് ഇൻക്രീസ് ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളെ ബിസിനസ് സ്റ്റോൾ ചെയ്യും, റിസ്ട്രക്ചറിങ്ങിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ സ്ലോലി ഒരു സാധനങ്ങൾ ഷേപ്പ് ഉണ്ടാവും. ആ സാധനം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ മക്കൾക്കും അടുത്ത തലമുറക്കും കൊടുക്കാൻ പറ്റുന്ന കോട്ടക്കൽ ആരോഗ്യശാലയുടെ പോലത്തെ ബിസിനസ് ആണ്. നല്ല സാധനം നല്ല പൈസ കൊടുക്കും. നമ്മളിപ്പോ ഞാൻ ലാസ്റ്റ് ഗാർഡയിൽ പോയപ്പോഴേ അവിടെ 95-96% ദാരിദ്ര്യത്തിലേക്ക് താഴെയാണ്. ബാക്കി 4% കുറച്ച് പൈസക്കാരുണ്ട്. അപ്പൊ ABC-യുടെ അവിടെ ഒരു സ്ഥലം, അപ്പൊ ഞാൻ ചോദിച്ചു, അവരുടെ ഷോറൂം കണ്ടപ്പോ അത്ഭുതപ്പെടുത്തി. അപ്പൊ നല്ല കോട്ടെ ചോദിച്ചു, അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു 4% ഫോക്കസ് ചെയ്ത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. കോട്ടിക്ക് പോവുക, അപ്പൊ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന്റെ സന്തോഷം കിട്ടും. നമ്മളെപ്പോഴും പല ടൈപ്പിലുള്ള ആൾക്കാരെ നമ്മളിപ്പം കാണും. നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് പോവാതിരിക്കുക, അവരെ നമ്മള് വേണ്ട രീതിയിൽ അവോയ്ഡ് ചെയ്യുക. നമുക്ക് വേണ്ടത് എന്താണ്? പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. പക്ഷെ വൈ വി ആർ ഡിഫറെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്കനുസരിച്ചുള്ള മൊഡ്യൂളുകളും അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിനെ ഒന്നും കൂടി നിങ്ങളുടെ ബിസി ഷെഡ്യൂളിന് വേണ്ടിയിട്ട് മന്ത്ലി 3-4 സെഷനുകളായിട്ടാണ് കൊടുക്കുന്നത്. എക്സ്പീരിയൻസ് ഞങ്ങളോട് പറയുന്നത്, ഒരുപാട് കോഴ്സൊക്കെ പഠിച്ചിട്ടാണ് പലരും ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് പലതും ഓർമ്മ ഉണ്ടാവും, സിലബസിൽ പല ഓർമ്മ ഉണ്ടാവും, ചില പലതും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മൾ ചെയ്താൽ വളരെ ഉപകാരം ഉണ്ടാവും. ഞാൻ പ്രാക്ടിക്കൽ വശം നിങ്ങളോട് പറയണം. പിന്നെ ഒരുപാട് കേസ് സ്റ്റഡി നിങ്ങൾക്ക് കിട്ടും. വലിയ നോക്കിയടതും അങ്ങനെയുള്ള പലതും കേസ് സ്റ്റഡി ഒക്കെ വരും. നമ്മളൊക്കെ ലെവലിന്റെ ഒക്കെ മേലുള്ളതായിട്ട് തോന്നും ചിലത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കേസ് സ്റ്റഡികൾ നമ്മുടെ മുന്നിൽ പല സെഷനിലായിട്ട് കിട്ടും. അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാവും, യാത്രയിലും അല്ലാതെ കേട്ട് പൈസ അത് ഉപകാരപ്പെടുത്തും. ഈ നിൽക്കുന്നൊക്കെ അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ഈ രണ്ടാൾക്കാരൊക്കെ 31 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. യുകെയിലെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ 100 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. US-ലും ഓപ്പറേഷൻ ഉണ്ട്, അവിടെ 10-15 അമേരിക്കക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ 18 രാജ്യങ്ങളിൽ ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു വിഷൻ ചെയ്തതുകൊണ്ടാണ്.